ഹേയ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡറും പിന്നെ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒരു 2-3 ഹവേഴ്സ് വെച്ചാൽ അത്രയും നല്ലത്. ഒരു ഹാഫ് ഹവേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ വെക്കണോളം അതിൻ്റെ ചിക്കൻ അതിൻ്റെ മസാല നന്നായിട്ട് പിടിക്കും അതിന്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ട് ഏകദേശം മുരിഞ്ഞ് വരണം, നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിൻ്റെ ശേഷം മാത്രം എന്നിട്ട് ഇതിൽ നമുക്ക് മാറ്റാം. അപ്പോൾ അത് നല്ല മുരിഞ്ഞ് ഫ്രൈ ആയതിൻ്റെ ശേഷം ഇത് മാറ്റിയിട്ട് നമുക്ക് ആ ഓയിൽ തന്നെ നമ്മൾ സവാളയാണ് നല്ലപോലെ മുരിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഈ സവാള നല്ലോണം കാരമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുക്കാവാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ ഓയിലിൽ യൂസ് ചെയ്യുമ്പം ഉപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തക്കാളിയാണെങ്കിൽ ഞാൻ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ ആവശ്യത്തിന് എത്ര ചിക്കനാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു ഹാഫ് ചിക്കനേ ഉണ്ടാവുള്ളൂ. അതിലിപ്പോൾ 2 ഉള്ളിയും പിന്നെ ഒരു വലിയ തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരണം. ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ആഡ് ചെയ്യാൻ പോണത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ആഡ് ചെയ്തു. പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുരിഞ്ഞ് വരുന്ന രീതിയിലാക്കണം. കാരണം ഈ മസാലകളൊക്കെ ഒന്ന് നല്ലോണം അതിനോട് ടച്ചായിട്ടൊന്ന് മുരിഞ്ഞിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതൊരു മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുമ്പം കുറച്ച് വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡ്രൈയിലിട്ട് തന്നെയാണ് ചിക്കൻ എടുത്ത ചിക്കൻ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഗ്രേവി ടൈപ്പിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ സോസൊന്നും ഇല്ല. സാധാരണ ഇവിടെ സോസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോഴേ ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ചിക്കൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാനൊന്ന് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ വേപ്പർ സ്റ്റോക്ക് അതിൻ്റെ അടിയിലേക്ക് തന്നെ ആക്കാൻ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ മാക്സിമം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഏകദേശം ഞാനൊരു 2 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ ഒന്ന് മസാലയും ചിക്കനും കൂടെ ഒന്ന് ടച്ചായിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പൊറോട്ടയോടെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് ഇതിൽ പൊറോട്ട, ചപ്പാത്തി, അപ്പോൾ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ചില്ലി പൊടിയുടെ പകരം ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ കുരുമുളക് മേലെ കുറച്ച് സ്പ്രിംഗ്ലർ ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ.